ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഒരു റോഡ് അരികിലാണ് നിൽക്കുന്നത് കേട്ടോ. റോഡ് അരികിലെന്ന് വെച്ചാൽ നല്ലൊരു ടാർ റോഡ് വരുന്നുണ്ട് അല്ലേ. അതായത് നമ്മളെന്നുള്ളത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പാലച്ചോടാണ്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നിരവധി പ്രോപ്പർട്ടികൾ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ധാരാളം സ്ഥലങ്ങളിലെ അടിപൊളി വൈബുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ടാർ റോഡ് വളരെ വളരെ അടുത്താണ്. നമ്മുടെ പാലച്ചൂട് നിന്ന് വരുമ്പോൾ ഒരു കുറഞ്ഞ ദൂരമല്ലേ, വളരെ എന്താ പറയുക, ഒരു 1-2 മിനിറ്റ് ദൂരം മാത്രമാണ്. ഇതുവഴി ഇങ്ങനെ നല്ലൊരു ടാർ റോഡ് കേട്ടോ. ഇങ്ങനെ ധാരാളം വീടുകളുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും ചെറുതും വലുതുമായ നിരവധി വീടുകളുണ്ട്. അപ്പോൾ ഈ റോഡ് അരികിൽ നിന്ന് ഇങ്ങനെ 2 സ്റ്റെപ്പ് നടന്നാൽ എത്താവുന്ന ദൂരത്തിൽ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടികൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അതും നല്ല ബാക്ക്ഗ്രൗണ്ട് സീനറികളൊക്കെ ഉള്ള അടിപൊളി പ്രോപ്പർട്ടിയെ. ബാക്ക്ഗ്രൗണ്ട് അടിപൊളി എന്ന് പറയുമ്പോൾ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയായിരിക്കും അല്ലേ. എന്തായാലും നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 1, 2, 3, 4, 5, 6 പ്ലോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം എല്ലാ വാഹനങ്ങളും വരുവാൻ വീതിയുള്ള വഴി തന്നെയാണ്. ഇതാണ് ഒരു പ്ലോട്ട് നമ്പർ 1 പറയാം അല്ലേ. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 10 സെൻറ്റ് കൊടുക്കാം, 8 സെൻറ്റ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ 12 സെൻറ്റ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 1, 2, 3, 4 നിറയെ വീടുകളുടെ ഒരു ഏരിയ കേട്ടോ. നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ അല്ലേ. ആ നല്ല പർവ്വത നിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്ട. എന്ത് രസമായിരിക്കും ഒരു വീടൊക്കെ കിട്ടിയതിൻ്റെ മുകളിലേ അപ്സ്റ്റെയറിലൊക്കെ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അല്ലേ, ഫോട്ടോ സെക്ഷന് നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടാണ് പ്രോപ്പർട്ടി പോകുന്നത്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വന്ന് നല്ലൊരു ടാർ റോഡ് സൗകര്യം അവിടെ നിന്ന് കണ്ടു. ആ ഒരു റോഡ് സൗകര്യം നമുക്ക് ഇങ്ങനെ വന്ന ഈ ഒരു പ്ലോട്ടിലേക്കും ഉപയോഗിക്കാം. ആ കാണുന്നൊരു വീട് കണ്ട, ഓടിട്ട വീട് അതിൽ 12.25 സെൻറ്റ് സ്ഥലമാണ്. അതിലേക്ക് നമുക്ക് 2 വഴി, അതായത് ഈ ഒരു വഴി ഉപയോഗിക്കാം, അപ്പുറത്തെ സൈഡ് ഒരു വഴി കൂടെ ഉണ്ട്, അതുകൂടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ താഴത്തെ പ്ലോട്ടിലേക്ക് പിന്നെ അതിലൂടെ മാത്രമാണ് വഴി കേട്ടോ. ആ ഒരു ഫ്രണ്ടേജ് മാത്രമാണ് കിട്ടുക. അപ്പോൾ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞില്ലേ. നമ്മൾ ഒരു മാന്യമായ വില തന്നെയാണ് ഈ ഇടങ്ങളിലൊക്കെ നമുക്ക് സ്ഥലത്തിന് വരാറ്. കാഞ്ഞിരപ്പുഴ ടൗണും അതിൻ്റെ പരിസരവും ഡാമിൻ്റെ പരിസരമൊക്കെ നല്ല വിലയായിരിക്കും കേട്ടോ. അത് ഭയങ്കരമായ എന്താ പറയുക, ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് വളരെയധികം 2 ലക്ഷത്തിലൊക്കെ മുകളിലാണ് വിലകൾ പറയാറ്. കാഞ്ഞിരപ്പുഴ സൈഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഈ ഒരു പ്രദേശത്ത്, ഈ ഒരു പാലച്ചൂട് നിന്ന് അല്ലേ, പൊറ്റശ്ശേരി സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ വന്ന് പാലച്ചൂട് എത്തി നമ്മൾ. പിന്നെ അതുപോലെ ഈ ഒരു വഴി നമ്മൾ റോഡ് നേരെ നമ്മൾ കാണിച്ചാട്ട് ആ റോഡിൽ നേരെ ചൂരിയോട് പള്ളി അവിടെ എത്തും, ചൂരിയോടിൻ്റെ എത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വിലയായിട്ട് ചോദിക്കുന്നത് 1 ലക്ഷത്തിൽ താഴെയാണ്. അതല്ലെങ്കിൽ 95, 90, അതിലും താഴെ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം അല്ലേ. 90-ലും താഴെ നമുക്ക് ചോദിച്ച് വാങ്ങിക്കാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ, ഈ ഒരു 8-8.5 സെൻറ്റ് സ്ഥലം ഉണ്ടാവും, മേലെ ഒരു 10 സെൻറ്റ് ഉണ്ടാവും, താഴെ ഒരു 10 സെൻറ്റ് ഉണ്ടാവും. ഈ ഒരു വീട് നിൽക്കുന്നത് 12.25 സെൻറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കാം, ഒന്ന് താഴെ പോയിട്ട് വീടിൻ്റെ ഫ്രണ്ടേജ് കൂടെ ഒന്ന് കണ്ടാലോ. കിണറും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വഴി, വെള്ളം, കറണ്ട്, ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിതായിട്ട് ഒരു കൊച്ചു വീടാണ് കേട്ടോ. ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഓടിട്ട വീടാണ്. ഒരു 12.25 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞില്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. വേണമെങ്കിൽ ഒന്ന് ഇതുവഴി വരാം. നമുക്ക് ഫ്രണ്ടേജ് മുഴുവൻ വഴിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് വഴി ഏത് ഭാഗത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു കിണറുണ്ട്, വെള്ളം ഉണ്ടോ നോക്കാം അല്ലേ. കിണറിങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. നല്ല ഇതൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ്, ഇലയൊന്നും വീഴണ്ട വെച്ചിട്ട്. പിന്നെ ഇതാണ് വഴി. ഈ ഒരു റോഡ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വീതിയിൽ ഒരു ടിപ്പറൊക്കെ സുഖമായിട്ട് വരാൻ പാകത്തിന്. സാധാരണ ഇത് നടക്കുന്നൊരു വഴി ഇങ്ങനെ കയറി ഇങ്ങനെ പോവുകയാണ് വീട്ടിലേക്ക്. നിലവിൽ ഈ ഒരു വഴി സൗകര്യം നമുക്ക് ഇതിലൊന്ന് വേണമെങ്കിൽ ഇറങ്ങി നോക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തെങ്ങുണ്ട് കേട്ടോ. തെങ്ങിലൊക്കെ ഇഷ്ടം പോലെ നാളികേരുണ്ട്. അതിൽ കുറവാണ്. എന്തായാലും നമുക്കിങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങി നോക്കാം. കൂത്താങ്കേരിയുടെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇഷ്ടം പോലെ വീടാണ്. അപ്പോൾ നമ്മൾ ആ ടാർ റോഡിൽ അങ്ങനെ ഇറങ്ങി 2ാമത്തെ വഴിയെന്ന് പറഞ്ഞില്ലേ അല്ലേ. അപ്പോൾ ഈ ഒരു വീട് വാങ്ങിക്കുന്ന ആളുകൾക്ക് 2 വഴി ഉപയോഗിക്കാം. ഈ ഒരു വഴി ഉപയോഗിക്കാം. അതിൽ അവിടെ നിന്ന് തുടങ്ങണം. ഇനിയിപ്പോൾ നമ്മൾ തന്നെയാണ് ഫ്രണ്ടേജ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടിച്ചിട്ട് കുറച്ചുകൂടെ വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടാൻ പറ്റും. ഇതുവഴി ഇങ്ങനെ വന്നാലേ ഏകദേശം അവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട്. തെങ്ങ് ഇഷ്ടം പോലെ കേട്ടോ. വീടിന് ചുറ്റും തെങ്ങാണല്ലോ. ഇവിടെ ഒരു കല്ലിട്ടിട്ടുണ്ട് അതിരായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ 12.25 സെൻറ്റ് സ്ഥലം അല്ലേ. ഇതൊരു 10 സെൻറ്റ് സ്ഥലം വേറെ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്, ഈ ഒരു 10 സെൻറ്റിലേക്ക് ഈ ഒരു വഴിയാണ് ഉപയോഗിക്കുക. വീട്ടിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക്, അതായത് നമുക്ക് ഈ ഒരു വീടും ഈ ഒരു 12.4 സെൻറ്റ് സ്ഥലവും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും 10 ലക്ഷം രൂപ കൊടുത്താൽ മതി. 10 ലക്ഷം രൂപയ്ക്ക് 12.4 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീട് നമുക്ക് സ്വന്തമാക്കാം. പിന്നെ പുറകിലത്തെ സ്ഥലങ്ങളെല്ലാം, പ്ലോട്ടുകളെല്ലാം ഏകദേശം ഒരു 90-ൽ താഴെ അല്ലേ, ഒരു 95 പറഞ്ഞു, 90 പറഞ്ഞു, എങ്കിലും അതിലും കുറച്ചുകൂടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. 90-ലും താഴെ നമുക്ക് എന്ത് ചെയ്യാം, വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഒരു 5 പ്ലോട്ട്, ഈ വീട് കൂടാതെ ഒരു 5 പ്ലോട്ട് ഉടമസ്ഥനെ ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് അവരുമായി സംസാരിക്കാം. അവരുടെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ അല്ലേ, വിലയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ, കാഞ്ഞിരപ്പുഴ പഞ്ചായത്താണെന്ന് പറഞ്ഞു, പാലച്ചോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലച്ചോട് നിന്ന് കുറച്ചുകൂടെ വന്നാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ആദ്യം നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതിന് ബൈ. നമ്മൾ പാലച്ചോട് എത്തിയത് ഞായറാഴ്ചയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കടകളൊക്കെ കുറേ അടഞ്ഞ് കിടക്കുകയാണ്. പാലച്ചോട് അങ്ങാടിയിൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമ്പം നമുക്ക് നടന്നെത്താവുന്ന ദൂരത്തിലുള്ള ചെറിയൊരു അങ്ങാടിയാണ്. എല്ലാവിധ കടകളും കാര്യങ്ങളും ഇന്നൊരു ഗ്രാമീണ ഭംഗി നിറഞ്ഞു തിളമ്പുന്ന ഒരു പ്രദേശം തന്നെയാണ് അല്ലേ. പാലച്ചുവട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ആൽമര അല്ലേ, നമ്മൾ വട്ടത്തിലിരുന്ന് സൊറ പറയാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് നമ്മുടെ അങ്ങാടിയിൽ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ പ്രദേശം, നിങ്ങൾ വന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.